2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. എഡ്രാക്ക് കൊച്ചി മേഖല വയോമിത്രം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എഡ്രാക്ക് കൊച്ചി മേഖല വയോമിത്ര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷം നഗരസഭാ കൗൺസിലർ KP ആന്റണി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് IJ ജോളി അധ്യക്ഷത വഹിച്ചു. എഡ്രാക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് DG സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ഡെഡിക്കേഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം വളരെ ഉയർന്ന സ്ഥാനത്ത് നിറങ്ങിയിട്ട് ഏറ്റവും താഴെ അർഹതപ്പെട്ട പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്, വേദന ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേദന ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിന് വരുന്ന വേദന മാത്രമല്ല വേദന, മനസ്സിന് വരുന്ന വേദനയും വിരഹത്തിലും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും നമ്മുടെ വേദന ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള വേദന പോകുമ്പോൾ ചില്ലറ കാര്യമല്ല. അതിന് ആശ്വാസമായി വാക്കുകളും സാമീപ്യവും തലോടലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കലും എല്ലാം ചേരുമ്പോഴാണ് ആ ആശ്വാസം എത്തുന്നത്. ആ പാലിയേറ്റീവിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ എഡ്രാക്ക് കൊച്ചി മേഖല മുന്നിട്ടിറങ്ങിയതിൽ അതിലും ഭയങ്കര അഭിമാനം. മേജർ R രാജേഷ്, എഡ്രാക്ക് വനിതാ പ്രസിഡന്റ് ബ്ലെഡ്സി ബ്ലൈസ്, വയോമിത്ര കൺവീനർ TK ശശി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ ജോയ്സ് ആന്റണി, എഡ്രാക്ക് മേഖലാ സെക്രട്ടറി അനൂപ് ഫ്രാൻസിസ്, ട്രഷറർ KP അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു. ഗോശ്രീ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോവിന്ദഭട്ട്, മാധ്യമപ്രവർത്തകരായ സേവർ രാജു, KB സലാം, സ്മിത ബഷീർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഒപ്പം ഇവിടെ വനിതാ കൂട്ടായ്മയുടെ ഒരു സഹകരണവും ഇനി അടുത്ത തവണ വരുമ്പോൾ യുവജനങ്ങളും ബാലസംഘവും എല്ലാം ഉൾപ്പെടെ ഈ കൊച്ചി മേഖല സമ്പന്നമാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ആശംസകൾ നേരുന്നു. എനിക്ക് ഇവിടെ തന്ന ആദരവിന് വളരെയേറെ നന്ദിയുണ്ട്. ഈ ആദരവ് എനിക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യം പ്രചോദനമാകട്ടെ എന്ന് സ്വയം ഒരു പ്രചോദനം കൂടി എടുത്തുകൊണ്ട് നന്ദി. പ്രസിഡന്റായി 15 വർഷത്തോളമായി സജീവമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചി മേഖലയിൽ കൊറോണ കാലം മുതൽ തന്നെ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചി മേഖലയിലെ ഏത് പരിപാടിയാണെങ്കിലും മേഖലാ പ്രസിഡന്റ് ജോളി, അതുപോലെ സെക്രട്ടറി അനൂപ്, എനിക്ക് സഹോദരങ്ങൾ പോലെയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് പരിപാടിക്കും പക്ഷേട്ടാ ഒരു പരിപാടിയുണ്ട്, നമുക്ക് അടിപൊളിയാക്കണം. ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രൂപീകരിക്കുക എന്നുള്ളത് സാധാരണ നമുക്കറിയാം. ചില റെസിഡൻസ് അസോസിയേഷനുകൾ രൂപീകരിക്കപ്പെട്ടാൽ ഒരാഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ പിന്നെ റെസിഡൻസ് അസോസിയേഷനെ കുറിച്ച് ഒരറിയിപ്പുണ്ടാവില്ല. കാരണം ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പ്രസിഡന്റ് സെക്രട്ടറി തർക്കവും വേണ്ടതിന് പോകും. പക്ഷേ കൊച്ചിയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റെസിഡൻസ് അസോസിയേഷനുകളെ കൂട്ടായ്മയെ റെസിഡൻസ് അസോസിയേഷനുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച കൊച്ചിയിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതിന്റെ ഗുണം ഈ കൊച്ചിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, തോപ്പമ്പടി.